നിങ്ങൾക്ക് എങ്ങനെ കുരു വരുന്നു, നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ സ്കിൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ഏതാണെന്നും, പിന്നെ നിങ്ങൾക്ക് ഞാൻ ഒരു 4 സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തത് വെച്ചിട്ട് നിങ്ങൾക്കൊരു കമ്പാരിസൺ ആണ് ഞാനിവിടെ തരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന 4 സൺസ്ക്രീനും അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കമ്പാരിസണും ആണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്കിത് ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നോ ഏത് സ്കിന്നാകുമ്പോഴും എങ്ങനെ സ്യൂട്ട് ആവും എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 4 സൺസ്ക്രീനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള 4 സൺസ്ക്രീനാണ്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ മാമഅർത്ത്, പിന്നെ ഡേംഡോക്ക്, പിന്നെ ഇത് ഡെർമാക്കോ, ഇത് ഡോട്ട് ആൻഡ് കീ. ഇങ്ങനെ 4 സൺസ്ക്രീനിൻ്റെയാണ് ഒരു കമ്പാരിസൺ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ യൂഷ്വലി ഫസ്റ്റ് യൂസ് ചെയ്തത് തൊട്ടിട്ട് ഞാൻ പറയാം. ഞാൻ ആദ്യം യൂസ് ചെയ്തത് ഈ ഡേംഡോക്കാണ് കേട്ടോ. ഈ ഡേംഡോക്കിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റാണ്. ഇത് അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച് ആൻഡ് ഓയിൽ ഫ്രീ ഫിനിഷ് എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഓയിലി സ്കിന്നിനെന്ന് പറഞ്ഞിട്ട് ഡിസൈൻ ചെയ്ത് വാങ്ങിയിട്ടില്ല. ബാക്കി നമ്മൾ മുന്നേ ഒക്കെ എന്ന് പറയുമ്പോൾ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങുമെങ്കിൽ അധികം യൂസ് ചെയ്യാറില്ല. കുറേ ആയിട്ട് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ സ്കിൻ ടൈപ്പ് നോക്കിയൊക്കെ വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. കാരണം ഇതിൽ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഓയിലി സ്കിൻ. നോർമൽ ടു ഓയിലി സ്കിൻ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ സ്വെറ്റ് പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻസ് ആണ്, പിന്നെ SPF 40 ആണ് ഇട്ടുള്ളൂ. അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് വാങ്ങണോണ്ട്. എനിക്ക് അത്ര 50+ അല്ലായിരുന്നു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എനിക്ക് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് പർപ്പിളിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ കാണിക്കുന്ന 550 ആണ്. എത്ര ഗ്രാമാണെന്ന് ചോദിച്ചാൽ 45 ഗ്രാമാണ് കേട്ടോ. ഈ 45 ഗ്രാമിന് 550 ആണ് ഇതിൽ കാണിക്കുന്ന റേറ്റ്. ഇനി ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. എനിക്ക് ഈ ഒരു ഡംഡോക്കിൻ്റെ എനിക്കറിയില്ല, നോർമൽ സ്കിന്നിന് കുറച്ചുകൂടെ സ്യൂട്ട് ആവുന്നുണ്ടാവും. പക്ഷെ എൻ്റെ ഓയിലി സ്കിന്നിന് എനിക്ക് എന്തോ ഒട്ടും അങ്ങോട്ട് എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് ഇതിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. നമ്മുടെ പണ്ടത്തെ പരിപാടി എടുക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ വെച്ചെടുക്കേണ്ടി വരും. ഇതിൽ കിട്ടി കുറച്ച് കണ്ട. ഇതിങ്ങനെയാണ് കേട്ടോ ഒരു കൺസിസ്റ്റൻസി. നോക്കി ഒരു ഓയിൻമെൻ്റൊക്കെ തേക്കുന്ന പോലെ ലൈക്ക് അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ്. പക്ഷെ ഇത് കണ്ടു ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് ഭയങ്കര ഓയിലിയാണ്. പക്ഷെ ഓയിലി സ്കിന്നിന് എന്നുള്ള സംഭവമാണ് ഇത്. കണ്ടോ, ഇത് എനിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഓയിലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഒട്ടും ഓയിലി സ്കിന്നിന് സൂട്ടാവുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് തോന്നിയില്ല കേട്ടോ എനിക്ക്. ഞാൻ ഹോണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ എനിക്കറിയില്ല, ഞാൻ കുറച്ച് കാലം മുന്നേ വാങ്ങിയത്. ഇതെന്തായാലും ഓയിലി സ്കിന്നിന് സ്യൂട്ടാവുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നെങ്കിലും പക്ഷെ എനിക്ക് ഒട്ടും ഭയങ്കരമായിട്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഓയിലി, പിന്നെ അത് മാച്ച് ആവുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്നാലും എനിക്കൊരു ഒട്ടും ഓയിലി സ്കിന്നിന് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഇത് തോന്നിയില്ല. അപ്പോൾ റേറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് അത്ര റേറ്റിംഗ് ഇത് കൊടുക്കാൻ തോന്നിയിട്ടില്ല. അപ്പം നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാങ്ങിയതും മാമഅർത്തിൻ്റെ ഹൈഡ്രാ ജെൽ ഇന്ത്യൻ സൺസ്ക്രീനാണ്. ഇത് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഇത് ഞാൻ കുറച്ചായിട്ട് തന്നെ ഉള്ളൂ കേട്ടോ വാങ്ങിയിട്ട്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ ഓയിലി സ്കിന്നിന്. ഇത് ഇന്ത്യൻ സ്കിന്നിനെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇത് വാങ്ങുമ്പോൾ നമ്മൾ മുന്നേ നോക്കുമല്ലോ, നമ്മൾ അതിൻ്റെ റിവ്യൂസ് നോക്കുമല്ലോ. അപ്പോൾ റിവ്യൂസ് നോക്കിയപ്പോൾ അതിൽ ആരോ കമൻറ്റ് 2-3 എണ്ണം ചെയ്ത് കണ്ടു ഓയിലി സ്കിന്നിന് സ്യൂട്ടാണ് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 ആണ് കേട്ടോ. 399 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. 50 ഗ്രാമിന് 399. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇതിൽ ഫുള്ളില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഓയിലി സ്കിന്നിനുള്ളതാണ്. കാരണം ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കണ്ടോ പെട്ടെന്ന് അബ്സോർബിങ് ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഓയിലി സ്കിന്നിന് പറ്റുമോ എന്ന് വെച്ചാൽ 100% ഞാൻ യോജിക്കുന്നില്ല. കാരണം ഇതിലൊരു ടെക്നോളജി എന്ന് പറയുമ്പോൾ ഓയിലി സ്കിന്നിനായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളതൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ളി ആയിട്ട് ഞാൻ ഇത് ഫുൾ ഓയിലി സ്കിന്നിന് സൂട്ടാവുമോ എന്ന് വെച്ചാൽ എനിക്കൊരു ഡൗട്ടാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി എനിക്ക് നോക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വെച്ചിട്ടും ഒരുപാട് അങ്ങോട്ട് ഭയങ്കര പെട്ടെന്ന് അബ്സോർബിങ് ആണ്.
പിന്നെ എനിക്ക് സ്വെറ്റ് പ്രൂഫ് ആണോന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. സ്വെറ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല, ഇതിൽ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല. എനിക്ക് ഡേം ഡോക്കിൽ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടൈം എടുക്കും നമുക്ക് അബ്സോർബ് ചെയ്തിട്ട്. അത് കുറേ ടൈം എടുത്തിട്ടാണ് നമ്മുടെ ഒരു സ്കിന്നിലേക്ക് അബ്സോർബ് ആവുള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് അബ്സോർബ് ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല, കുഴപ്പമില്ല, ഓക്കെ ആണ്. ഓയിലി സ്കിന്നൊരു ഓക്കെ പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഞാൻ ഡോട്ട് ആൻഡ് കീ കുറച്ചൊക്കെ തന്നെ ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഡോട്ട് ആൻഡ് കീൻ്റെ ഇത് ഞാൻ സ്പെഷ്യലി ഡിസൈൻ ഓയിൽ ഫ്രീ മാറ്റ് ഫിനിഷിന് വേണ്ടിയിട്ട് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതായിട്ട് വാങ്ങിയതാണ്. എനിക്ക് ഇത് ഞാൻ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാം. എൻ്റെ ഒരു സ്കിൻ ടെക്സ്ചർ വെച്ച് നോക്കുകയാണെങ്കിലും ഇതിന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 445 ആണ് കേട്ടോ. ഇത് എത്ര ഗ്രാമാണെന്നൊന്നും കാണുവാനില്ല. 50 ഗ്രാമിനാണ് 445. പക്ഷെ അടിപൊളിയാണ്. എനിക്കൊരു ഇത് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SPF 50 ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര പെട്ടെന്നായിട്ട് അബ്സോർബായിട്ട് നമ്മുടെ സ്കിന്നിൽ ഒട്ടും വൈറ്റ് കാസ്റ്റോ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക നമുക്ക് തോന്നില്ലേ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തേച്ച ക്രീം തേച്ച പോലെ. അപ്പം അങ്ങനെ ഒന്നും തോന്നുന്നില്ല കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് ക്വിക്ക്ലി അബ്സോർബിങ് ആണ്. ഭയങ്കര ഒരു തിൻ കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ഇത് ഇനി ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് പെട്ടെന്ന് കണ്ടോ ഒരു ജെല്ലി കൺസിസ്റ്റൻസിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിക്ക് അബ്സോർബ് ആവുന്ന ഇതാണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി എൻ്റെ ഒരു ഓയിലി സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടും അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സൂട്ടായിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്കിത് തേച്ചിട്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ഒരു ഇതിൽ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതും അതുപോലെ തന്നെ നമ്മൾ ഓയിലി സ്കിന്നിന് സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണോ എന്ന് വെച്ചാൽ ഇതിലങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് എനിക്കറിയില്ല. ഡോക്കിൻ്റെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഞാനൊന്നും നോക്കിയിട്ട് സൺസ്ക്രീൻ കണ്ടില്ല. അപ്പോൾ ഇതിലും ഞാൻ ഇതുപോലെ റിവ്യൂസ് നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാലും എനിക്ക് ഓക്കെ നല്ലതായിട്ട് തന്നെ തോന്നി. എനിക്ക് ഇപ്പോൾ യൂസ് ചെയ്ത് വെച്ചിട്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഓയിൽ ഫ്രീ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓയിൽ ഫ്രീ ആണ്. പിന്നെ ഇതേപോലെ തന്നെ ഭയങ്കര ക്വിക്ക്ലി അബ്സോർബിങ് ആണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ചെയ്തു. ഏതൊക്കെയോ ഏതൊക്കെയോ സൺസ്ക്രീൻ മൊത്തത്തിൽ എൻ്റെ കയ്യിലുണ്ട്, മിക്സ്ഡാണ്. കണ്ടോ, ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിലേക്ക് ഭയങ്കരമായിട്ട് അബ്സോർബിങ് ആണ്. പിന്നെ അതുപോലെ വൈറ്റ് കാസ്റ്റ് ഒട്ടുമില്ല, ജെല്ലി കൺസിസ്റ്റൻസി മീൻസ് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് ഒരു എന്താ പറയുക എന്തൊരു ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സംഭവം ഇട്ട പോലെ നമുക്ക് തോന്നില്ല. ഭയങ്കര നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ എനിക്കിത് നല്ലതായിട്ട് തന്നെ തോന്നി. ഇതുവരെ യൂസ് ചെയ്ത് വെച്ചിട്ട് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിന് വന്നിട്ട് 30 ഗ്രാമിന് തന്നെ 299 കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഡോട്ട് ആൻഡ് കീ ആണ്. എനിക്ക് ഡോട്ട് ആൻഡ് കീ ഡോട്ട് ആൻഡ് കീ ആണ്. ഡോട്ട് ആൻഡ് കീ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഡേം ഡോക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് സെക്കൻഡ് ഞാൻ ഇതിന് കൊടുക്കുന്നു. തേർഡ് മാമർത്ത് ആൻഡ് ഫോർത്ത് വൺ ഇത് ഡേം ഡോക്ക് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഒരു റേറ്റിംഗ് വന്നിട്ട്. ഈ 4 കമ്പാരിസൺ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കേട്ടോ, ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ, അതിൻ്റെ പൊടി പോലും ഇവിടെ കാണാനില്ല കേട്ടോ. തോന്നുന്നു മറ്റേ പേസ്റ്റ് വണ്ടി വെച്ചെടുക്കണ പോലെ എടുത്തുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്നും കാണില്ല. അപ്പോൾ ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് കെമിക്കലൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഓർഗാനിക് ഹാർവെസ്റ്റിൻ്റെ അധികം പ്രൊഡക്ട്സിൽ ഒരുപാട് കെമിക്കൽസ് ഒന്നും വരുന്നില്ല. അതിൽ നാച്ചുറൽ കണ്ടൻസ് ഉണ്ട്. സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പം നമ്മൾ അത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ്, നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതൊക്കെയാണ് യൂസ് ചെയ്യണം. അത്രയും ഒരു കോസ്റ്റ് ഇറക്കിയിട്ട് നിങ്ങൾ അത്രയും അടിപൊളി സൺസ്ക്രീനാണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതായിരിക്കാം. എന്നിട്ടും നിങ്ങൾക്ക് എങ്ങനെ കുരു വരുന്നു? ഇതല്ലേ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര സൺസ്ക്രീൻ വാരി തേച്ചിട്ടും ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ ക്ലൻസിങ് ചെയ്യണത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫേസ് ക്ലൻസിങ് അടിപൊളിയായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിമ്പിൾസ് വരാം. അതിപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് ക്ലൻസിങ് ചെയ്യാതെ പിറ്റേ ദിവസം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സൺസ്ക്രീനിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ഒരിക്കലുമല്ല. നിങ്ങളുടെ ക്ലൻസിങ് മെത്തേഡ്സിൻ്റെ റോങ് ആയിട്ടുള്ള ഇത് കാരണമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ക്ലൻസിങ്ങും കൂടെ ഓക്കെ ആക്കണം. ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്നതെന്നുള്ളതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.